ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫേസ് ലിഫ്റ്റിംഗ് മാസ്കുമായിട്ടാണ്. നമ്മൾ ഒരു പ്രായം ഒക്കെ കഴിയുമ്പോഴത്തേന് ഏകദേശം ഒരു 30 വയസ്സൊക്കെ മുതൽ തന്നെ നമ്മുടെ സ്കിൻ ഇങ്ങനെ ലൂസായി താഴേക്ക് ഇങ്ങനെ തൂങ്ങി വരുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ സ്കിന്നിൽ ചുളിവുകൾ ഇതെല്ലാം മാറ്റുന്നതിനായിട്ട് ഇന്നിപ്പോൾ ഒരുപാട് ഫേസ് യോഗകളും ഫേസ് എക്സസൈസ് ഫേസ് മസാജിങ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെയൊക്കെ തന്നെ വളരെ ബെനിഫിഷ്യലായിട്ടുള്ള അതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്കും ഈ ഒരു മാസ്ക് വളരെ നല്ലതാണ്. ഫേസ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുന്നതിന്, നമ്മൾ തൂങ്ങിയ സ്കിൻ ഒന്ന് മുകളിലിട്ട് ആവുന്നതിന്. ഇത് ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിക്കേണ്ടുന്ന ഒരു മാസ്കാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം എടുത്തിട്ടുള്ളത് പൊട്ടറ്റോയാണ്. പൊട്ടറ്റോ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന പോലെ തന്നെ സ്കിൻ ടൈറ്റ് ആക്കുന്നതിനും വളരെ നല്ലതാണ് പൊട്ടറ്റോ. ഇത് നമ്മളൊന്ന് ഗ്രേറ്ററിലിട്ട് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടും ജ്യൂസ് കിട്ടും. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം അരച്ചെടുക്കുകയാണെങ്കിലും നമുക്ക് ഇതുപോലെ പൊട്ടറ്റോയുടെ ജ്യൂസ് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവിലുള്ള പൊട്ടറ്റോയുടെ ജ്യൂസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ്. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ജ്യൂസിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള കോഫി പൗഡർ. ഞാനിവിടെ നമ്മൾ സാധാരണ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന കോഫി പൗഡറാണ്. ഇൻസ്റ്റൻറ്റ് കോഫിയുടെ പൗഡർ ആയാലും പ്രശ്നമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള കോഫി പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിനുശേഷം വേണ്ടുന്നത് പെരിഞ്ജീരകമാണ്. ഇതും നമ്മൾ അടുക്കളയിലെല്ലാം ഉള്ള സംഭവമാണ്. ഈ പെരിഞ്ജീരകത്തിനെ നമുക്ക് വെയിലിലൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ച് വെച്ചേക്കുക. ഇത് വളരെ നല്ലതാണ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്. പെരിഞ്ജീരകത്തിൽ അടങ്ങിയിരിക്കുന്ന ഈസ്ട്രജൻ സ്കിന്ന് ഗ്ലോ ആക്കുന്നതിന് വളരെ യൂസ്ഫുള്ളാണ്. ഇതിന് മുന്നേ ഞാൻ പെരിഞ്ജീരകം കൊണ്ട് സ്കിൻ വൈറ്റനിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായിട്ടുള്ളതാണ്. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ അളവിലുള്ളത് ഇതിനകത്തേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഒരുപാട് പേർക്ക് അതിൻ്റെ റിസൾട്ട് കമൻറ്റ് വായിച്ചാൽ മനസ്സിലാകും. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇതിനെ കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓളാക്കി കൊടുത്താൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ഒരല്പം വെള്ളം മതിയാകും. അതിൽ നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത മിക്സ് ഈ വെള്ളത്തിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഒരു 1-2 മിനിറ്റൊക്കെ മതിയാവും. 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കുറുകി ഒരു സ്റ്റേജിലെത്തും. ആദ്യം നമുക്ക് ഒത്തിരി വെള്ളമായിട്ട് തോന്നിക്കും. പക്ഷേ ആ വെള്ളമെല്ലാം മാറി ഇതേ രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറുകി വരുന്ന ഒരു സമയത്ത് നമുക്കിത് തീയിൽ നിന്നും അല്ലെങ്കിൽ ആ ചൂടായ വെള്ളത്തിൽ നിന്നും മാറ്റി വയ്ക്കാവുന്നതാണ്. ഇത് ഈ ചൂടോടെ മുഖത്ത് അപ്ലൈ ചെയ്യരുത്. ഒന്ന് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രമാണ് ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇനി നന്നായിട്ട് ഇതിപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ, ഒരു ദേഹത്ത് ഒട്ടുന്ന മാതിരിയുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻസ് ചെയ്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് താഴെ നിന്ന് മുകളിലേക്ക് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഒട്ടിച്ച് വെക്കുന്ന രീതിയിൽ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ നന്നായിട്ട് കഴുത്തിലും മുഖത്തിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഒട്ടുന്ന ഒരു വലിച്ചിൽ പോലെ അനുഭവപ്പെടും. ഒരു അരമണിക്കൂർ നേരമെങ്കിലും ഇതിനെ ഒന്ന് ഉണങ്ങാൻ അനുവദിക്കുക. മുകളിലിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ സ്കിന്നൊക്കെ നല്ല ടൈറ്റായിട്ട് വലിഞ്ഞു മുറുകിയിരിക്കും. അരമണിക്കൂർ ആകുമ്പോഴത്തേനും വല്ലാത്തൊരു ടൈറ്റായിട്ടിരിക്കും. ഈ സമയമൊന്നും നമ്മൾ സംസാരിക്കാനോ വെള്ളം കുടിക്കാനോ അങ്ങനെ ഒന്നും മുഖം അനക്കാനേ പാടില്ല. അതിനുശേഷം 30 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ബാക്കി വന്നിട്ടുള്ളത് നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിൽ അല്ലാന്നുണ്ടെങ്കിൽ കൈകാലുകളിലോ കഴുത്തിലോ ഒക്കെ തേക്കാവുന്നതാണ്. അപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് ഇത് ഉപയോഗിക്കേണ്ടുന്നത്. ഈ സ്കിൻ ലിഫ്റ്റിംഗ് മാസ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.